ഇന്ത്യൻ ക്രിക്കറ്റ് വലിയൊരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിഹാസ താരങ്ങളായ കോഹ്ലിയും രോഹിത്തും ഒരേ സമയം 2 ഫോർമാറ്റുകളിൽ നിന്ന് പടിയിറങ്ങുക എന്നത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. എന്നാൽ T20 ലോകകപ്പിലെ ത്രസിപ്പിക്കുന്ന ജയത്തിന് പിന്നാലെ ഇരുവരും ഒരുമിച്ചാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇത് ആരാധകരിൽ ഉണ്ടാക്കിയ ഞെട്ടൽ വളരെ വലുതായിരുന്നു. പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടാൻ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച ഇരുവരും IPL തങ്ങളുടെ ടീമുകളെ പ്ലേ ഓഫിൽ എത്തിക്കുന്നതിന്റെ വക്കിലെത്തി നിൽക്കവെയാണ് അപ്രതീക്ഷിതമായി യാതൊരു മുന്നറിയിപ്പും കൂടാതെ ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അതും ദിവസങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു തീരുമാനം. ആധുനിക ക്രിക്കറ്റിൽ ഇതുപോലെയൊരു താരങ്ങൾ ഇനി പിറക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. കാരണം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഇന്ത്യൻ ക്രിക്കറ്റിനെ താങ്ങി നിർത്തിയത് ഇരുവരും ചേർന്നായിരുന്നു. ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ നിന്ന് ഇരുവരും ഒരുമിച്ച് പിൻവാങ്ങുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പര മുതലാണ് ഇന്ത്യയുടെ യഥാർത്ഥ വെല്ലുവിളി ആരംഭിക്കുന്നത്. അവിടെ പുതിയ ഇന്ത്യൻ ടീം സ്വയം മികവ് തെളിയിക്കേണ്ടതായിട്ടിരിക്കുന്നു. പരിചയസമ്പന്നരായ കോഹ്ലിയും രോഹിത്തും ഇല്ലാതെ വേണം ഇന്ത്യൻ സംഘത്തിന് ഇംഗ്ലണ്ടിലേക്ക് പറക്കാൻ. മാത്രമല്ല, ടെസ്റ്റ് ടീം ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മ പോയതോടെ ഇനി പുതിയ നായകനെ കണ്ടെത്തേണ്ട സാഹചര്യവും അവർക്ക് മുന്നിലുണ്ട്. ഇതോടെ ആരായിരിക്കും വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പരയിൽ നായകനായി മാറുക എന്നതാണ് ഏവരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. ഇപ്പോഴിതാ ഇതിൽ തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് മുതിർന്ന താരം ഇശാന്ത് ശർമ്മ. ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ടീമിനെ നയിക്കേണ്ടതെന്നാണ് ഇശാന്ത് ശർമ്മ അഭിപ്രായപ്പെടുന്നത്. ബുംറ ആരോഗ്യവാനാണെങ്കിൽ താൻ അദ്ദേഹത്തിന്റെ പേര് പറയും. അതാണ് ആദ്യ ചോയ്സ്.